കിട്ടിയെന്നാണോ? സാർ അത് പറയരുതെന്ന് പറഞ്ഞ് ചില ആൾക്കാർക്ക് ആവാതിരിക്കട്ടെ. യെസ്, കിട്ടി, അടി കിട്ടി, അല്ലെങ്കിൽ ഒരു ഉമ്മ കിട്ടി. യെസ്, ഏതായാലും തോട്ട് റൈറ്റിംഗ് കൊടുത്തില്ലേ ഡിയർ പാരൻസ്? പറ്റാണെങ്കിൽ കൊടുക്കുക. സ്നേഹമഗ്ന സാഗരം ഒഴിയിൽ. യെസ്, കൊടുക്കാം. യെസ്, റെഡി. യെസ്, തോട്ട് റൈറ്റിംഗ് ആണ്. തോട്ട് റൈറ്റിംഗ് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്, ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ഉറപ്പായിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് തോട്ട് റൈറ്റിംഗ്. അത് ചിലപ്പം ഹെലന കൊർസോവാങ്കി അവരുടേതായിരിക്കാം, അല്ലെങ്കിൽ ലിറ്റിൽ ഗേളിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആൽബർട്ട് ഡുററിൻ്റെ ആ ഫാമിലിയുള്ള ആരെങ്കിലും ആൽബർട്ടിൻ്റെ മാരുടെ ഏതെങ്കിലും ഒരു ആൽബർട്ടിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഉഷ ചേച്ചിയുടേതായിരിക്കാം, രഞ്ജിയുടേതായിരിക്കാം. തോട്ട് ചോദിക്കുന്ന സമയത്ത് എഴുതേണ്ട സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ എഴുതാമെന്നത് പറയാൻ പോവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയും സ്നേഹം കിട്ടിയെന്ന് വിചാരിക്കുന്നു. യെസ്, പച്ചമുളക് കിട്ടിയോ? യെസ്, അടി കിട്ടിയില്ല അല്ലേ? ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇമാജിൻ യു ആർ ജോസഫ്. നിങ്ങൾ ജോസഫ് ആണെന്ന് കരുതുക. റൈറ്റ് യുവർ തോട്ട്സ് അബൌട്ട് യെല്ലോ അംബ്രലയെ പറ്റിയിട്ട് നിങ്ങളുടെ തോട്ട്സ് ആൻഡ് ഹൗ ഇറ്റ് കണക്ട് യു ടു ദ ഫാദർ. അച്ഛനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നതിനെ പറ്റി നിങ്ങളോട് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ ഒരു തോട്ട് എഴുതും? ഏത് സിറ്റുവേഷനിലും തോട്ട് എഴുതാൻ പറ്റുന്ന സിസ്റ്റമാണ് പറയുന്നത്. നിങ്ങൾ തോട്ട് എഴുതുന്ന ആ ഒരു തോട്ട് ഓഫ് ദ ക്യാരക്ടർ നോക്കിക്കോ. യൂസസ് ലാംഗ്വേജ് റിലേറ്റഡ് ടു ദ മൂഡ് ഓഫ് ദ സിറ്റുവേഷൻ. ഇവിടെ മൂഡ് ഏത് മൂഡാണ്? പൊള്ളി മൂഡാണോ? വൈബ് മൂഡാണോ? അംബാനി വൈബാണോ? അല്ല, സാഡ് മൂഡാണ്. ഏത് മൂഡ്? സാഡ് മൂഡാണ്. ചെക്കന് പാവം. ഓക്കെ, ആൻഡ് എക്സ്പ്രസസ് പേഴ്സണൽ റിഫ്ലക്ഷൻ. അവൻ്റെ ആ ഒരു എക്സ്പ്രഷൻ റിഫ്ലക്ട് ചെയ്യണം. അവൻ എന്താണോ ഫീലിംഗ് അത് എഴുതി കൊടുക്കണം. ഡയറി ചെയ്യുന്നത് പോലെ അവൻ്റെ ചിന്തകൾ, അവൻ്റെ ഫീലിങ്സ്. വെറൈറ്റി ഓഫ് സെൻറ്റൻസ് യൂസ് ചെയ്യുക. നമുക്ക് സപ്പോസ് എക്സാമ്പിൾ കണ്ടാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകും. തോട്ട്സ് എഴുതുന്ന സമയത്ത് ഇത്ര എഴുതിയാൽ മതി, കുഞ്ഞു സാധനം മതി. നോക്കിക്കോ. ദ യെല്ലോ അംബ്രല ഈസ് സ്പെഷ്യൽ ടു മീ. മഞ്ഞ അംബ്രല എന്നുള്ളത് എനിക്ക് അത്രയും സ്പെഷ്യലാണ്. ഇതാര് പറയണ മാതിരി? ജോസഫ് പറയുന്നത് മാതിരി നിങ്ങൾ എഴുതണം. ഇറ്റ് റിമൈൻഡ്സ് മീ ഓഫ് മൈ ഫാദർ. എൻ്റെ അച്ഛനെ എനിക്കിങ്ങനെ ഓർമ്മ വരും എനിക്കത് കാണുമ്പോൾ. ആൻഡ് ദ ലാസ്റ്റ് ടൈം ഐ സോ ഹിം. ഞാൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടപ്പോൾ ആ ഒരു അംബ്രല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഓൺ ദാറ്റ് റെയിനി ഡേ ഹി ഹാഡ് ദ അംബ്രല ആസ് വി വാക്ക്ഡ് ടുഗദർ. ഞങ്ങളിങ്ങനെ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആ ഒരു യെല്ലോ അംബ്രല ഉണ്ടായിരുന്നു. കണ്ടോ, ഈ ഒരു യെല്ലോ അംബ്രല അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ചെക്കൻ്റെ സങ്കടം എപ്പോഴും നോക്കിയാൽ അന്നപ്പോഴും അത് തന്നെ ചെക്കൻ്റെ സങ്കടമാണ്. സങ്കടം സഹിക്കുക വയ്യ. ഓക്കെ, ആൻഡ് ദെൻ ഹി ലെഫ്റ്റ് മീ അറ്റ് ദ ഓർഫനേജ്. അങ്ങനെ അവസാനം എന്നെ ഓർഫനേജിൻ്റെ അടുത്ത് കൊണ്ടാക്കി. ആൻഡ് ഐ വാച്ച്ഡ് ഹിം വാക്ക് അവേ. അങ്ങനെ ഞാൻ പിന്നെ അദ്ദേഹം ഇങ്ങനെ നടന്നകലുന്നത്, മഞ്ഞ അംബ്രലയുമായിട്ട് അദ്ദേഹം നടന്നു പോകുന്നത് ഞാൻ കണ്ടു നിന്നു. ഐ മിസ് ഹിം എവറി ഡേ. എല്ലാ ദിവസവും എനിക്ക് അച്ഛനെ മിസ് ചെയ്യും. ദ യെല്ലോ അംബ്രല ഗിവ്സ് മീ ഹോപ്പ് ദാറ്റ് വൺ ഡേ വി വിൽ മീറ്റ് അഗൈൻ. ആ മഞ്ഞ അംബ്രലയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രതീക്ഷ നൽകുന്നത്. ഞങ്ങൾ വീണ്ടും കാണുമെന്നുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് ഈ ഒരു മഞ്ഞ അംബ്രല. അതായത് അവൻ്റെ മൈൻഡിൽ എന്തൊക്കെയാണോ വരാൻ സാധ്യതയുള്ളത് അതങ്ങോട്ട് എഴുതി കൊടുക്കാം, സെറ്റാക്കാം, റെഡിയാക്കാം. യെസ്, റെഡിയാണല്ലോ. ഇത് സെറ്റാണെങ്കിൽ ഈ ചാപ്റ്റർ ഓക്കെ ആണെങ്കിൽ, ലെവൽ ആണെങ്കിൽ, സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കമൻറ്റ് ബോക്സ് ഇടാൻ പറ്റുമോ? സെറ്റ് എന്ന് എഴുതിയാൽ മതി. സെറ്റ് ആണെങ്കിൽ സെറ്റ് എന്ന് കമൻറ്റ് ബോക്സിൽ സെറ്റ് എന്ന് എഴുതിയാൽ മതി. റെഡി ആണെങ്കിൽ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായി ചോദിക്കണം. അടുത്ത ചാപ്റ്റർ നമ്മൾ പറയാൻ പോകുന്നത് പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയുന്ന